ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ മാവിൽ കുറച്ചുകൂടെ മാങ്ങ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ മാങ്ങയൊക്കെ അച്ഛൻ വീടിന്റെ മുകളിൽ കയറി നിന്ന് പറിച്ചിട്ടോണ്ടിരിക്കുവാണ്. രുദ്രൻകുട്ടൻ അതൊരു പാത്രത്തിനോട് പെറുക്കി എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. എല്ലാം തന്നെ നിന്ന് പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അവന് മാങ്ങ ഉപ്പിലിട്ട് തിന്നണമെന്നാ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആശാൻ നിന്നതെല്ലാം പെറുക്കി എടുത്തോണ്ടിരിക്കുന്നത്. അതിനകത്ത് ഓരോ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മാങ്ങ പച്ചമുളയിൽ പറിച്ചിരുന്ന മാങ്ങ മൊത്തം നമുക്ക് രുദ്രൻകുട്ടൻ തന്നെ പെറുക്കി തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ മാങ്ങയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ നെട്ടും ഭാഗം കളഞ്ഞിട്ട് നമുക്ക് അത് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നത്. അത് മുഴുവനോടെ ഇടുന്നവരുണ്ട്, വട്ടത്തിൽ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുന്നുണ്ട്. ആ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോരുത്തർ ഉപ്പിലിടുന്നത്. ഞാനിപ്പോൾ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞ് ഉപ്പിലിടാന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാം മാങ്ങയും അങ്ങനെ അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് ക്ഷമ വേണം. അപ്പൊ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുത്ത് വരാം. പഞ്ചവർണ്ണ പൈങ്കിളി പെൺ ഇന്നെനിക്കൊരു ദൂത് പോകാമോ, ആരാരും കാണാതെ ഒന്ന് വിളിച്ചെല്ലാമോ, കുറുമാനം നൽകി പോരാമോ. പഞ്ചവർണ്ണ പൈങ്കിളി പെൺ ഇന്നെനിക്കൊരു ദൂത് പോകാമോ. അപ്പൊ നമ്മൾ ഉപ്പിലിട്ട് മാങ്ങക്ക് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി പറിക്കാൻ ഓർത്തു. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാന്താരിയും പച്ചമുളകൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ കാന്താരി മരം. സോറി, കാന്താരി മരമില്ല, കാന്താരി. അപ്പൊ നമുക്ക് അകത്ത് നിന്ന് കുറച്ച് കാന്താരിയും പച്ചമുളകൊക്കെ മറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓവർ എരിവായി പോകും. അപ്പൊ ഞാൻ ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ആദ്യം ഈ കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് ഞാൻ കുറച്ച് വെള്ളം നേരത്തെ തിളപ്പിച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മാങ്ങയൊക്കെ ഈ കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങയൊക്കെ ഫില്ല് ചെയ്തിട്ട് ബാക്കി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എല്ലാ മാങ്ങയും ഈ ഭരണിയിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. കുറെ നേരം നിന്നാണ് കേട്ടോ ഇത് മൊത്തം അരിഞ്ഞെടുത്തത്. കുറച്ചു നേരത്തെ കഷ്ടപ്പാടാണ്, എന്നാലും ഒരു സുഖമാണ്. പുതുതായി വരുന്ന ഒരു ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോൾ ഇടക്കിടക്കിടത്ത് കഴിക്കാമല്ലോ. അപ്പൊ അതൊരു സുഖമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പച്ചമുളക് എടുത്ത് മാറ്റിയിട്ട് ഞാൻ കാന്താരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് പൊളന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതിന്റെ നെട്ടൊന്നും കളഞ്ഞിട്ടില്ല. നമുക്ക് വീട്ടിൽ തന്നെ പിടിച്ചതായതുകൊണ്ട് വിഷാംശം ഒന്നും കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടിരിക്കുവാണ്. ചെറുതായിട്ടൊന്ന് അതൊന്ന് പൊളന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഇത്ര ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് തണുക്കാൻ വെച്ചിരുന്ന വെള്ളം നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ അത് ഇങ്ങനെ ഒരുമാതിരി അലുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മാങ്ങ ഇങ്ങനെ അലിഞ്ഞു പോകാതെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കും. ഉപ്പ് പിടിച്ചാലും ഇങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അലുത്ത് ഇങ്ങനെ വെള്ളത്തിനോട് ചേർന്ന് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വിനാഗിരി, ചില സ്ഥലത്ത് സുർക്ക എന്നൊക്കെ പറയും, അത് ചേർക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാങ്ങ നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്നത് ഷേപ്പിൽ തന്നെ പിടിച്ചാലിരിക്കും. അലുത്ത് ഉടങ്ങി പോകത്തൊന്നുമില്ല. ഞാൻ വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചാറാൻ വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തു. ചെറിയൊരു ചൂടുകൂടെ ഉണ്ട്. അതിന് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് കുറെ ദിവസം ഇരിക്കത്തൊന്നും ഇല്ല. നമ്മൾ പിറ്റേന്ന് തന്നെ എടുത്ത് കഴിച്ചു തുടങ്ങും. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളതെല്ലാം കുപ്പിയിലാക്കി എല്ലാം കൂടെ മിക്സ് ആക്കാനായിട്ടൊന്ന് കുലുക്കി കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തിന്നാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ടാറ്റ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ.